അത് പെട്ടെന്ന് ഞാനത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടും ഉണങ്ങിയിട്ടില്ല. ഒലിപ്പ് ഇറങ്ങണ കണ്ടപ്പോൾ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ചെറിയ ട്രിക്കാണ്. ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇത് വീണ്ടും ഒരു ഹുഡാണ്. ഈ ഒരു കളറിൻ്റെ പേര് റേഡിയൻ റെഡ് എന്നാണ്. ഈ ഒരു കളറിൻ്റെ പേര് ഒരു സിറ്റിയുടെ ഹുഡാണ്. ചെറിയൊരു സ്പോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ള് തേച്ച് നല്ല മാറ്റാക്കി തേച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നേരെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേയായിട്ട് പ്രോപ്പറായിട്ട് ആദ്യം ഡീഗ്രീസ് ചെയ്യുക. ഡീഗ്രീസും വൈപ്പ് ഓൺ വൈപ്പ് ഓഫ് ആണ്. ഇനി ഞാൻ പിന്നെ ക്യാമറ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കൈ ചെയ്യുന്നത്. എപ്പോഴും നല്ല വൃത്തിയുള്ള ക്ലോത്തിൽ വളരെ വൃത്തിയോടെ ക്ഷമയോടെ മാത്രം ഡീഗ്രീസ് ചെയ്യുക. ഡിഗ്രീസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകം നമ്മുടെ പെയിൻറ്റിങ്ങിൽ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കളറിന് അണ്ടർ കോട്ട് ആവശ്യമുണ്ട്. അതായത് ഡയറക്റ്റ് പെയിൻറ്റ് അടിക്കാനായിട്ട് വളരെ കവറിങ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കിതിൽ അണ്ടർ കോട്ട് അടിക്കണം. ഒരുപാട് പേര് ഈ അണ്ടർ കോട്ട് അടിക്കുന്നത് ഈ NC പെയിൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ പെയിൻറ്റിലൊക്കെ അണ്ടർ കോട്ട് അടിക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എങ്കിൽ നിങ്ങൾ അടിക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റി വളരെയേറെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ബേസിൽ തന്നെ അണ്ടർ കോട്ടും എടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളിപ്പോൾ അടിക്കുന്ന പെയിൻറ്റ് ഏതെങ്കിലും നല്ല കൂടിയ പെയിൻ്റ് ആയിരിക്കും. അടിക്കുന്ന ക്ലിയർ നല്ല കൂടിയതായിരിക്കും. പക്ഷേ ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു പെയിൻറ്റ്, അതായത് നിങ്ങൾ ഈ അണ്ടർ കോട്ട് കൊടുക്കുന്ന പെയിൻറ്റ് ഏതെങ്കിലും ലോക്കൽ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളടിക്കുന്ന പെയിൻറ്റിന് നല്ല രീതിക്ക് ബാധിക്കും. ക്വാളിറ്റിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ചെയ്യുന്ന ഒരു പെയിൻറ്ററാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറാണ് എന്നുണ്ടെങ്കിൽ A to Z സാധനങ്ങളും ക്വാളിറ്റി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ അണ്ടർ കോട്ട് അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 1.5 കോട്ടിലേക്ക് നമുക്ക് കവറാവും. അണ്ടർ കോട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 4-5 കോട്ട് അടിച്ചാലും കവറാവത്തില്ല. അങ്ങനെയാണ് ഈ ഒരു കളർ വരുന്നത്. അപ്പോൾ നമുക്കത് പെയിൻറ്റ് മൊത്തത്തിൽ അടിച്ച് ഫിനിഷ് ചെയ്യാം. അടുത്തൊരു ഫൈനൽ റഫ് കോട്ടാണ്. ഇത് ശ്രദ്ധിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഒരു കൈ വർക്ക് ചെയ്യും, ഒരു കൈയിലായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനങ്ങനെ ക്ലിയർ അടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. സംഭവം ക്ലിയർ അടിക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ബട്ടൺ അമർത്തി കാണത്തില്ല, അങ്ങനെയായിരിക്കാം. പിന്നെ സെക്കൻഡ് കോട്ട് അടിച്ച് ചെറിയൊരു ഒലിപ്പ് വന്നു. ഇതാണ് ആ ഒരു ഒലിപ്പ്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ സ്റ്റാൻഡ് നേരെ മാറ്റി വേറെ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഞാനത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടും ഉണങ്ങിയിട്ടില്ല. ഒലിപ്പ് ഇറങ്ങണ കണ്ടപ്പോൾ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ട്രിക്കാണ്. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റാൻഡാണ് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒലിപ്പ് നേരെ ഇറങ്ങിയേ, നല്ലൊരു ഇതായിട്ട് ഇറങ്ങിയേ. ഇനി ഇത് ഇറങ്ങത്തില്ല. ഇനി ഇത് ലെവലാവും. ഉണങ്ങാൻ നേരത്ത് ഫുള്ളി ലെവലായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു നമ്മുടെ ഒലിപ്പ്. അറിയത്തില്ല അത്.